ഒരു എഴുത്തുപലകയുടെ കഥ പറയാം. എത്രയോ വരയും കുറിയും വീണതാണ് എൻ്റെ പുറങ്ങൾ. ഓർക്കുമ്പോൾ ആദ്യം പറയേണ്ടത് എൻ്റെ യജമാനന്റെ കഥ തന്നെയാണ്. പെട്ടെന്നാണ് എൻ്റെ യജമാനന്റെ വായും നാവും അടഞ്ഞുപോയത്. ഭാര്യ അരികിലിരുന്ന് ആശ്വസിപ്പിക്കുന്നത് എനിക്ക് കാണാം. ഒരു ദൂതനെ അദ്ദേഹം കണ്ടതും ആ ദൂതൻ അപ്പോൾ പറഞ്ഞതുമായ കാര്യങ്ങൾ എൻ്റെ പുറത്ത് എഴുതി ഭാര്യയെ കാണിക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. അദ്ദേഹം ഊമനായി പോയ കഥ എനിക്ക് മനസ്സിലായി. സങ്കടം തോന്നിയെങ്കിലും അതിശയവും അത്ഭുതവും എന്നിൽ വല്ലാതെ വർദ്ധിച്ചിരുന്നു. ദൂതന്റെ പ്രത്യക്ഷത, ഇത്ര വാർദ്ധക്യത്തിലും ഒരു പൈതൽ അവർക്കുണ്ടാകുമോ എന്നിങ്ങനെയുള്ള ആ വാർത്തകൾ അവിശ്വസനീയമായിരുന്നു. എങ്കിലും എൻ്റെ യജമാനന്റെ വായും നാവും തുറന്ന് സംസാരിക്കുന്നതിനും ഒരു പൈതലിൻ്റെ പിറവി ഉണ്ടാകുന്നതിനും ഞാൻ കാത്തിരുന്നു. 10 മാസങ്ങൾ പിന്നിട്ടത് അറിയുന്നത് ഒരു നവജാത ശിശുവിൻ്റെ കരച്ചിൽ ആ വീട്ടിൽ മുഴങ്ങിയപ്പോഴാണ്. വാർദ്ധക്യത്തിലുള്ള അവരുടെ സന്തോഷം കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ചില ദിനങ്ങൾ കഴിഞ്ഞു. അയൽക്കാരും ചാർച്ചക്കാരും വന്നു ചേർന്നു. ഒടുവിലായി യജമാനൻ എൻ്റെ പുറങ്ങളിൽ എഴുതിയത് ഇന്നും ഞാൻ ഓർക്കുന്നു. അത് യോഹന്നാൻ എന്നായിരുന്നു. ദൈവം കൃപാലുവാകുന്നു എന്ന് അർത്ഥം. ആ പേര് എൻ്റെ പുറത്ത് അങ്ങനെ തന്നെ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം അത് മായ്ച്ചു കളഞ്ഞില്ല. മറ്റൊന്നും പിന്നെ എഴുതിയിട്ടുമില്ല ഇന്നുവരെയും. നമ്മുടെ ഹൃദയപലകയിലെ ദൈവകൃപയുടെ എഴുത്തുകൾ മാഞ്ഞുപോയിട്ടുണ്ടോ?